ഒരു നാടൻ ചായയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം എനിക്ക് ഏലക്ക ഇട്ട ചായയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഏലക്ക പഞ്ചസാര ഇട്ട് അതിലേക്ക് ഇത് വീട്ടിൽ തന്നെ കറന്ന പശുവിൻ്റെ പാലാണ്. അതിൻ്റെ കൂടെ അപ്പോൾ ഒരു ഗ്ലാസ് പാലെടുത്തു. അതേ ഗ്ലാസിൻ്റെ അതേ അളവിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു. എന്നിട്ട് ഇനി അത് തിളപ്പിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു 3 ഏലക്ക ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഞാൻ 1 സ്പൂണാണ് ഇട്ടേക്കുന്നത്. എനിക്ക് മധുരം കുറച്ച് മതി. മധുരം നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. പിന്നെ ഏലക്കയ്ക്ക് പകരം ഇഞ്ചി ചായ ഇടുന്നവരുണ്ട്, ഒന്നുമില്ലാതെയും ഇടുന്നവരുണ്ട്, മസാല ചായ ഇടുന്നവരുണ്ട്. എനിക്ക് ഏലക്കയാണ് ഇഷ്ടം. പക്ഷേ ചിലർ പറയും പായസം പോലെ ആവുന്നു. പക്ഷേ എനിക്കിതൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഏലക്കയും പഞ്ചസാര ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് നല്ല ഉണക്കൊന്ന് തിളക്കട്ടെ. നല്ല ഏലക്കയുടെ ഒക്കെ മണവും ഗുണമൊക്കെ പാലിന് ഇറങ്ങുമ്പോഴേ ഒരു ടേസ്റ്റ്. ഇതിനെ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇപ്പോൾ സ്പൂണൊക്കെ ഉപയോഗിച്ച് ഇളക്കി കൊടുത്താലും മതി. ഇപ്പം എനിക്ക് എളുപ്പപ്പണിക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ആഡംബരപരമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ അങ്ങനെ ഉണ്ടാക്കുക. എനിക്ക് എളുപ്പപ്പണികളാണ് കൂടുതലിഷ്ടം. മെനക്കെടാൻ വലിയ മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേയില ഇടാം. എനിക്കാണെങ്കിൽ കടുപ്പ് ഇച്ചിരി ഉള്ളതാണ് ഇഷ്ടം. ചിലർക്ക് പാല് പോലെ ഇരിക്കുന്ന ചായക്ക് ഇഷ്ടം. പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പിടിക്കത്തില്ല. സോ ഞാനിപ്പം 1 ഗ്ലാസ് പാൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനകത്ത് തന്നെ 1.5 സ്പൂൺ 1.25 സ്പൂൺ തേയിലപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കടുപ്പ് നല്ലപോലെ ഇറങ്ങും. അപ്പോൾ എനിക്ക് ചായ ഉണ്ടാക്കുമ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ട് ചായ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കും. ലോ ഫ്ലെയിമിലോട്ട് ഇട്ടാലുള്ള പ്രശ്നം കടുപ്പ് അങ്ങ് ഭയങ്കരമായിട്ട് ഇറങ്ങുകയും ചെയ്യും. ചായക്ക് പെട്ടെന്ന് അങ്ങ് കയ്പ്പ് പോലെ ആവും. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറച്ച് കൊടുത്തു. പിന്നെ ഒന്ന് ഹൈ ഫ്ലെയിമാക്കി പൊങ്ങി വരുമ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് താത്തു കൊടുത്ത് പിന്നെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് അങ്ങനെ 2-3 വട്ടം ഇങ്ങനെ ചെയ്ത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് അങ്ങ് നിർത്തി വയ്ക്കാം. ഇനി ഇത് നമുക്ക് അരിച്ച് ഗ്ലാസ്സിലൊഴിച്ച് മധുരമൊക്കെ ഒന്ന് നോക്കി അവരവർക്ക് ഇഷ്ടമുള്ള പോലെ കുടിക്കാം. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.